ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ വെഡിങ് ഒക്കെ ഇങ്ങനെ എത്തി. അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജയലക്ഷ്മിയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് വെഡ്ഡിങ് സാരി നോക്കണം, വെഡ്ഡിങ് റിസപ്ഷൻ ഡ്രസ്സ് നോക്കണം. അങ്ങനെ അത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ കുഞ്ഞന്മാർക്ക് സാരീസ്. ഞാനും അപർണയും ഓൾറെഡി ഇന്നലെ വന്ന് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അതിൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് പോയത് കൊണ്ട് ഈ വീഡിയോ ആണ് നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേയിൽ തന്നെ വെഡ്ഡിങ് സാരീസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ വെഡ്ഡിങ് സാരീസിൽ നിന്ന് നമ്മളൊരു സാരി സെലക്ട് ചെയ്തു. ആ ടൈപ്പ് ഓഫ് സാരിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ല, ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സാരീസാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കിയത്. അപ്പോൾ ഈ ഒരു സാരി ഡിസ്പ്ലേയിൽ അവിടെ ഉണ്ടായിരുന്ന സാരിയാണ്. അപ്പോൾ അത് ഞങ്ങൾ എടുപ്പിച്ചു. അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായ ഒരു സാരിയാണ്. ഇതിൻ്റെ ബോർഡർ ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. ബ്ലൗസിൽ ഗോൾഡും മെറൂണും കൂടി മിക്സ് ചെയ്ത് വരും. പിന്നെ അങ്ങോട്ട് നമ്മൾ റിസപ്ഷൻ ഡ്രസ്സാണ് നോക്കിയത്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലെഹങ്ക എടുക്കാനാണ്. പിന്നെ നമ്മൾ വെഡ്ഡിങ് ഗൗൺസും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ ഹെവി ഗൗൺസുകളായിരുന്നു. അവിടെ ഡിസ്പ്ലേ ഓൾറെഡി ഹാങ് ചെയ്തിട്ടിരുന്ന ഗൗൺസുകളായിരുന്നു ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറ്റിയ റിസപ്ഷൻ ഡ്രസ്സ് നോക്കിയായിരുന്നു. ബിക്കോസ് ഇന്നലെ നമ്മൾ സാരീസ് മാത്രമേ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് റിസപ്ഷൻ ഡ്രസ്സും കൂടെ ഞങ്ങൾ നോക്കി. ഇതാണ് പെണ്ണിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലെഹങ്ക. ഈ ഒരു ലെഹങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒരു ലെഹങ്കയാണ്. കാരണം അത്യാവശ്യം നല്ല ഹെവി വർക്കുണ്ട്. ബഡ്ജറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയ ഒരു ലെഹങ്കയായിരുന്നു. ഈ ഒരു ലെഹങ്കയുടെ ഈ ഒറ്റൊരു ഷെയ്ഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് സെമി സ്റ്റിച്ച്ഡ് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. കാരണം സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ടൈം പിന്നീട് ഇല്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു ലെഹങ്ക തന്നെയാണ് ഞങ്ങൾ നോക്കിപ്പോയത്. ഈ ഒരു ലെഹങ്ക, ഇതൊരു ലെഹങ്കയല്ല, സോറി, ഇതൊരു ഗൗണാണ്. ഈ ഒരു ഗൗണ് അവിടെ ഒരു ബർഗണ്ടി ഷെയ്ഡിൽ അവിടെ ഡിസ്പ്ലേ ഇട്ടിരുന്നൊരു ഗൗണാണ്. അത് ഫുൾ വർക്കാണ്. ഒരു സ്പേസ് പോലും ഇല്ലാണ്ട് ഫുൾ സ്റ്റോണും സീക്വൻസും ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗൗൺ സെക്ഷനായിരുന്നു. അപ്പോൾ അവരെല്ലാം ഗൗൺസുകൾ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഓൾറെഡി ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടി വന്ന് ഇട്ട് നോക്കിയിട്ട് ഫൈനൽ ഡിസിഷൻ ചെയ്യാമെന്ന് കരുതി. ഈ ഒരു ഐസ് ബ്ലൂ കളർ ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷെ അതൊരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് അവർക്കൊന്നും അത്ര ഇഷ്ടമായില്ല. അതുമാത്രമല്ല, ഇത് സെമി സ്റ്റിച്ച്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി ടൈം ഒരുപാട് ആവുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു ലെഹങ്ക എടുത്തില്ല. മറ്റേ പർപ്പിൾ തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ പേസ്റ്റൽ ഷെയ്ഡ്സുള്ള ഒരുപാട് ലെഹങ്കാസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം നോക്കി, ഒരുപാട് നോക്കിയായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സ് സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ബ്രൈഡ് ഇട്ടിട്ടുള്ള ആ ഒരു ലെഹങ്കയുടെ ലുക്ക്. ഇത് ബ്രൈഡ് വന്ന് ഇട്ട് നോക്കി. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടമായി. നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുമല്ലോ. ഈ ഒരു ടൈമിൽ ഒരു ബ്രൈഡ് വൈറ്റ് കളർ ഗൗണൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന സാരി, ഇത് തന്നെയാണ് സെലക്ട് ചെയ്ത സാരി. അത് നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവർ തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നു. അതിൻ്റെ ഭംഗി വീഡിയോയിൽ കറക്റ്റ് കളർ കിട്ടണുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ് സാരിയായിരുന്നു. അപ്പോൾ ബ്രൈഡിൻ്റെ 2 ഡ്രസ്സ് നമ്മൾ ഫൈനലൈസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് കുഞ്ഞന്മാർക്കുള്ള സാരിയായിരുന്നു. അപ്പോൾ ഒരുപാട് സാരീസ് അവിടെ ഓൾറെഡി നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഭയങ്കര മെസ്സി ആയിട്ട് അവിടെ സാരീസ് എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു. ഇത് സിൽക്കിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ കാഞ്ചീപുരമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സിമ്പിളായിട്ട് തുടങ്ങുന്ന കാഞ്ചീപുരം സാരീസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സാരിയാണ് പയ്യൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായത്. അപ്പോൾ ഈ ഒരു സാരി ആക്ച്വലി ഇതിൻ്റെ കളർ ഇത് വീഡിയോയിൽ അത്ര കിട്ടുന്നില്ല. ഇത് കറക്റ്റ് ഒരു പീകോക്ക് ബ്ലൂ ആണ്. ആ ഒരു ഭംഗി വീഡിയോയിൽ വരുന്നില്ല. ഇതൊരു നോർമൽ ബ്ലൂ ആയിട്ടാണ് ഇതിൽ കാണുന്നത്. ബട്ട് നേരിട്ടത് നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ്. അപ്പോൾ ആ ഒരു സാരി ഫിക്സ് ചെയ്തു. ഇനി ഈ ഒരു സാരിയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡിലുള്ള ഈ സാരി മറ്റേ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പുതിയ വേറെ സാരീസൊക്കെ ഒരുപാട് നോക്കി. ബ്രോക്കേഡ് ടൈപ്സ് സാരികളും ഒക്കെ ഒരുപാട് നമ്മൾ നോക്കി. ഇനി അനാമികയ്ക്കും കൂടി സാരി എടുക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു സാരി ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇതൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. അപ്പോൾ ആ സാരിയും കൂടി എടുത്തു. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന 3 സാരിയാണ് നമ്മൾ മൊത്തം എടുത്തത്. പിന്നെ ഒരുപാട് ആ ടൈപ്പിലുള്ള സാരീസും അവൈലബിൾ ആയിരുന്നു, പല ഷെയ്ഡ്സിലുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെട്ട കളേഴ്സ് എന്ന് പറയുന്നത് റാണി പിങ്ക്, മെറൂൺ ഷെയ്ഡ്. പക്ഷെ നല്ലൊരു കറക്റ്റ് മെറൂൺ ഷെയ്ഡൊന്നും നമുക്കവിടെ കിട്ടിയില്ല. ബ്രൗൺ ഉണ്ടായിരുന്നു, കോഫി ബ്രൗൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ടൈം ഏകദേശം 3 മണിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ്. എല്ലാവരും റെഡിയായി വിശന്നിട്ട് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് എത്തിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്താണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ്. ഇത് ഈസ്പോർട്ട് ഓവർ ബ്രിഡ്ജ് ആ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ബിരിയാണിയൊക്കെ വന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അപർണയ്ക്ക് റിസപ്ഷൻ ഡ്രസ്സ് എടുക്കണം, അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അപർണ എടുത്ത റിസപ്ഷൻ ഡ്രസ്സ്. ജയലക്ഷ്മി തന്നെയാണ് എടുത്തത്. ഈ ഒരു മെറ്റീരിയലാണ് എടുത്തത്. അവൾ നമ്മൾ റെഡിമെയ്ഡ് നോക്കിയെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.